മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാർത്താ സമ്മേളനത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തി. ദുരന്തത്തിനിടെ ഭക്ഷണം കഴിച്ച സംഭവത്തെ ചൊല്ലിയുള്ള വിമർശനങ്ങൾ ഹീനമായ അപവാദ പ്രചാരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് നിങ്ങൾ പലരും ചോദിക്കുന്ന ചോദ്യം ഞാൻ പറഞ്ഞുതരാം. ഇത് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ തെറ്റായി പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ച് പറയാണ്. ഒരു തരത്തിലും ഒരു ഫോൾട്ടും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അല്ലേ വെയിറ്റ്, ഞാൻ പറയുന്നത് ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായില്ല. ആറന്മുളയിൽ ഉണ്ടായത് ഒരു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ ഒരു സ്ത്രീയെ പ്രേരിപ്പിച്ച് അവിടെ മീഡിയയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. പിന്നീട് ആ സ്ത്രീ വന്ന് കറക്റ്റ് പറഞ്ഞു. ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ സൽക്കാരത്തിനല്ല പോയതെന്നും അന്ന് രാവിലെ മുതൽ റവന്യൂ മന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാണ് ഭക്ഷണം കഴിക്കാൻ പോയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ ഈ പറഞ്ഞുതരാം. രാവിലെ മുതൽ എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നത്. രാവിലെ മുതൽ 5 മണിക്കാണ് ഈ വിവരം അറിയുന്നത്. 5 മണി തൊട്ട് റവന്യൂ മിനിസ്റ്ററെ ബന്ധപ്പെട്ടു, ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെട്ടു, ജില്ലയിലെ ചാർജുള്ള മന്ത്രിമാരെ ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു, എല്ലാ മന്ത്രിമാരും സ്പോട്ടിലെത്തി, എല്ലാ MLA-മാരെയും ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു. നമ്മൾ അങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. നമ്മൾ എടുത്ത പ്രോഗ്രാമിന് പോയി. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോൾ. എനിക്കറിയില്ലായിരുന്നു 2018-ലും 2019-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി. നിങ്ങൾ എത്ര അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ 3 മണിക്കാണ് ഞാൻ മലപ്പുറത്ത് എത്തുന്നത്, പൊന്നാനിയിലെത്തുന്നത്, സി ഹരിദാസ് സാറിൻ്റെ വീട്ടിൽ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ എനിക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എന്ത് തെറ്റാണ്, എന്തൊരു അപവാദ പ്രചരണം, എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ ഭക്ഷണം കഴിച്ചു, തെറ്റുപറ്റിപ്പോയി, ഇനി മുതൽ ഭക്ഷണം കഴിക്കാതെ ഇരിക്കാം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിഹാസ രൂപത്തിലുള്ള പ്രതികരണം. എന്ത് മാച്ചിങ് ആണുള്ളത്? നീലയും കറുപ്പോ? നിങ്ങളുടെ ഒരു ഭക്ഷണം കഴിക്കുന്നത് ഫോട്ടോ എടുത്ത് പുറത്തു കൊടുത്തതിന് നിങ്ങൾ എന്ത് ഔചിത്യമാണ് നിങ്ങളുടെ ചോദ്യത്തിൽ? അല്ലത് ഭക്ഷണം കഴിച്ചു, തെറ്റുപറ്റിപ്പോയി, ഇനി പോലെ ഭക്ഷണം കഴിക്കാതിരിക്കും. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഒരു അനാസ്ഥയും ഉണ്ടായിട്ടില്ലെന്നും ഇവിടെ നിന്ന് പ്രവർത്തിക്കണമെന്ന് തന്റെ തീരുമാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2018-ലും 2019-ലും ഉണ്ടായ പ്രളയകാലത്ത് താൻ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി അന്നത്തെ സാഹചര്യങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിക്കുകയും ഭക്ഷണം എത്തിക്കുകയും ചെയ്ത അനുഭവമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളൊക്കെ ഇതിനേക്കാൾ വലിയ ഫ്ലഡ് കണ്ടവരാ. കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലഡ് കണ്ടവനാ ഞാൻ. 75,000 പേരെ ക്യാമ്പിൽ എൻ്റെ നിയോജകമണ്ഡലത്തിലും അത്രയും പേരെ നിയോജകമണ്ഡലത്തിന് പുറത്തും ക്യാമ്പിൽ താമസിപ്പിച്ച ആളാണ്. ആദ്യത്തെ 3 ദിവസം ഒരു മണി അരി പോലും വരാതെ എറണാകുളത്തെയും കൊടുങ്ങല്ലൂരിലെയും മാർക്കറ്റിൽ നിന്ന് കടം മേടിച്ച് സാധനങ്ങൾ കൊടുത്ത ആളാ ഞാൻ. ദുരന്ത സമയത്ത് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട സാഹചര്യമല്ലെന്നും തനിക്കെതിരായ വിമർശനങ്ങൾ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ചുള്ള വിവാദത്തിലും പ്രതികരിച്ച അദ്ദേഹം നിക്ഷേപ സംഘവുമായി കൂടിക്കാഴ്ച നടത്താനാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെന്നും അതിനായി സർക്കാരിന് അധിക ചെലവൊന്നും ഉണ്ടായിട്ടില്ലെന്നും വ്യക്തമാക്കി. സംസ്ഥാനത്തെ മഴക്കെടുതി നിയന്ത്രണ വിധേയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിലവിൽ 316 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 11,018 പേരാണ് കഴിയുന്നത്. ആവശ്യമായ ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുവരെ 15 മരണങ്ങളും 7 പേരെ കാണാതായതായും അറിയിച്ചു. പ്രധാന അണക്കെട്ടുകളിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം ഒഴുക്കിവിടുന്നുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും സംസ്കാര ചെലവിനായി 10,000 രൂപ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. വീടുകളിൽ വെള്ളം കയറിയവർക്ക് 10,000 രൂപ അടിയന്തര സഹായവും ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് പ്രതിസന്ധി തീരുന്നതുവരെ പ്രതിദിനം 300 രൂപ വീതം ധനസഹായവും നൽകും. മണ്ണിടിച്ചിൽ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് 12 ലക്ഷം രൂപയും ഭൂമി വാങ്ങി വീട് നിർമ്മിക്കാനുള്ള സഹായവും വർദ്ധിപ്പിച്ചതായും അദ്ദേഹം അറിയിച്ചു. കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരവും വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതിതീവ്ര മഴയും എൽനീനോ പ്രതിഭാസവും ചേർന്നാണ് നിലവിലെ ദുരന്ത സാഹചര്യം ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ജൂലൈ 31 മുതൽ മുന്നറിയിപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരുന്നുവെന്നും ദുരിതാശ്വാസ ക്യാമ്പുകളും മറ്റ് സംവിധാനങ്ങളും നേരത്തെ ഒരുക്കിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും ഒരു തരത്തിലും സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. ദുരന്തമുഖത്ത് അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങളും രാഷ്ട്രീയ വിവാദങ്ങളും ഒഴിവാക്കി രക്ഷാപ്രവർത്തനങ്ങൾക്ക് എല്ലാവരും സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു.